അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു. ഖലഖൽ ഇൻസാന മിൻ തീൻ. മനുഷ്യനെ അല്ലാഹു തആല തീൻ മണ്ണിൽ നിന്നാണ് പടച്ചത് എന്ന്. തീൻ എന്ന് പറഞ്ഞാൽ വെള്ളം കലർത്തിയ മണ്ണിനാണ് തീൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ ആലോചിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഭൂമിയിലേക്ക് പോകണം, എന്റെ ഖലീഫയായി ഒരു വിഭാഗത്തെ പടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ പോയി മണ്ണ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിൽ വന്ന് ഭൂമിയുടെ അനുവാദം ചോദിച്ചു, എനിക്ക് ലേശം മണ്ണ് വേണം എന്ന്. അപ്പൊ പറഞ്ഞു, അഊദു ബില്ലാഹി മിൻക അൻ തൻകുസ മിന്നി ഷൈഅ. അല്ലാഹുവിനോട് ഞാൻ കാവല് തേടുകയാണ്, എന്നിൽ നിന്ന് ഒന്നും കുറയ്ക്കരുത് എന്ന് പറഞ്ഞ് അനുവാദം നിഷേധിക്കുകയാണ് ഭൂമി ചെയ്തത്. രണ്ടാമത് അല്ലാഹു തആല മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിട്ടു. ഇതേ വിഷയം ഭൂമി മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും പറഞ്ഞു, തിരിച്ചു പോന്നു. മൂന്നാമത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിട്ടു. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഭൂമി സങ്കടമൊക്കെ പറഞ്ഞു, പക്ഷേ സമ്മതിച്ചില്ല. റബ്ബ് എന്നോടൊരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചേ ഞാൻ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് സമ്മതത്തിന് കാത്തു നിൽക്കാതെ തന്നെ മണ്ണെടുത്തു. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പല കളറുള്ള മണ്ണെടുത്തു എന്നും ആ മണ്ണിൽ ഭൂമിയുടെ പല ഭാഗത്തുനിന്ന് ഉപ്പുവെള്ളവും നല്ല വെള്ളവും അതുപോലെ വ്യത്യസ്തമായ വെള്ളങ്ങളും ചേർത്തു. അതാണ് തീൻ, മണ്ണ് കലർത്തിയ വെള്ളം എന്ന് വെള്ളം കലർത്തിയ മണ്ണ് എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ വിവിധ കളറുള്ള മണ്ണായത് കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ വിവിധ കളറുള്ളവരായി പിറന്നു വീണു എന്നും വിവിധ വെള്ളങ്ങൾ മിക്സ് ആയത് കൊണ്ടാണ് ആദമിന്റെ മക്കൾക്ക് പല സ്വഭാവങ്ങളും പ്രകൃതികളും വന്നത് എന്നും ചരിത്രത്തിൽ കാണാം. അങ്ങനെ പടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അനുവാദമില്ലാതെ ഇവരെ പടക്കാൻ വേണ്ടി മണ്ണെടുത്തു കൊണ്ടുവന്നത് നീയാണെങ്കിൽ അനുവാദം ചോദിക്കാതെ തന്നെ മണ്ണിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് അല്ലാഹു അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ആരുടെയും അനുവാദത്തിന് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാത്തു നിൽക്കുന്നില്ല. ഒരാളെ എവിടെയാണോ ഒരാളെ അടക്കം ചെയ്യപ്പെടുന്നത്, ആ ഭാഗത്ത് നിന്നുള്ള മണ്ണിന്റെ ഒരു അംശം അയാളെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് ഹദീസിലുള്ളത്. ഇത് സംഭവം പറഞ്ഞ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെയാകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഞാൻ കാണുന്ന ഏറ്റവും വലിയ മഹത്വം ഈ ഭൂമിയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കാൻ എവിടെ നിന്നാണോ മണ്ണ് എടുത്തത് അവിടെ നിന്ന് തന്നെ അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തത് നമുക്ക് മനസ്സിലാക്കാലോ. ഒരു സ്ഥലത്താണല്ലോ രണ്ടുപേരും ഉറങ്ങുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു മഹത്വം ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ കാണുന്നില്ല എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ ഭൂമിയിൽ നിന്ന് എടുത്ത മണ്ണ്, അനുവാദമില്ലാതെ എടുത്ത മണ്ണ്, അത് ഭൂമിക്ക് തന്നെ തിരിച്ചു തരുമെന്നുള്ളത് അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. അതാണ് നമ്മൾ മയ്യത്ത് ഖബറിൽ വെച്ചാൽ നമ്മൾ മണ്ണ് വാരിയിടുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ? മിൻഹാ ഖലഖ്നാകും, ഇവിടെ നിന്നാണ് നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുക്കും, ഇതാ ഇങ്ങോട്ടേക്ക് തന്നെ നിങ്ങളെ നമ്മൾ മടക്കുകയാണ്. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ, മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ നിങ്ങളെ മഹ്ശറയിലേക്ക് എത്തിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ പരിസരത്തുള്ള എല്ലാവർക്കും
ഇത് ചൊല്ലിയിട്ട് 3 പ്രാവശ്യം മണ്ണ് വാരിയിടൽ സുന്നത്താണ് എന്നാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഖബർ ഒരു ചാണ് വരെ ഉയർത്തലും സുന്നത്താണ്. ഖബറിന്റെ മുകളിൽ വെള്ളമൊഴിക്കലും സുന്നത്താണ്. നല്ല തിമർത്ത് പെയ്യുന്ന മഴയാണെങ്കിൽ പോലും വെള്ളമൊഴിക്കണം. ഖബറിന്റെ മേൽഭാഗം ഞങ്ങൾ തണുപ്പിക്കുന്നത് പോലെ ഖബറിന്റെ അടിഭാഗം നീ തണുപ്പിക്കണേ എന്നുള്ള ശുഭലക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ വെള്ളമൊഴിക്കുന്നത്. അത് ശക്തമായ മഴയാണെങ്കിൽ പോലും ആ വെള്ളമൊഴിക്കൽ സുന്നത്താണ് എന്ന് പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് നമ്മുടെ സൃഷ്ടിപ്പ് ഇങ്ങനെയൊക്കെയാണ്. ആരുടെയും അനുവാദത്തിന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാത്തു നിൽക്കാറില്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം രൂപപ്പെട്ടതും ഓരോ കളറ് രൂപപ്പെട്ടതും ഒക്കെ ഈ മണ്ണിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല നനഞ്ഞ മണ്ണെടുത്ത് ആ മണ്ണ് കുഴച്ച് അത് മനുഷ്യ രൂപത്തിലാക്കി 40 കൊല്ലം അവിടെ ഇട്ടു. ആ സന്ദർഭത്തിലാണ് ആ കോലത്തിന്റെ അടുത്തിലൂടെ ഇബ്ലീസ് കയറിപ്പോകുന്നത്. ചരിത്രത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. ഇത് ഇബ്ലീസ് മലക്കുകളെയും കൂട്ടിയിട്ട് ഈ രൂപം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനാണിപ്പല്ലേ നമ്മളെക്കാൾ ഉന്നതരാണ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ പടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ വയറിൽ കൊട്ടിയെന്നും ആ വയറിൽ തുപ്പിയെന്നും, തുപ്പിയപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു ആ തുപ്പിയ മണ്ണ് അവിടുന്ന് എടുത്തു മാറ്റണമെന്നും, അങ്ങനെ വയറിന്റെ ഭാഗത്ത് നിന്ന് അത് ചുരണ്ടിയെന്നും ആ ചുരണ്ടിയ ഭാഗത്താണ് പൊക്കിള് രൂപപ്പെട്ടത് എന്നൊക്കെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിനെ പറ്റി നമ്മൾ ആലോചിക്കണം. നമ്മൾ പോകേണ്ടവരാണ്. നമ്മൾ ആരും ഇവിടെ നിൽക്കൂല. നമുക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് അറിയൂല. 1 വർഷമായിട്ടില്ല നമ്മുടെ മലേഷ്യയിലെ ബോസ് ഈ പള്ളിയിൽ വന്ന് ഈ മുതഅല്ലിമീങ്ങളൊക്കെ വിളിച്ചുകൂട്ടി ഒരു ദുആയിൽ പങ്കെടുത്ത് എല്ലാവർക്കും കൈകൊടുത്ത് അദ്ദേഹം പിരിഞ്ഞു പോയിട്ട് 1 വർഷമായിട്ടില്ല. അദ്ദേഹം നല്ല ആരോഗ്യവാനായിരുന്നു. അദ്ദേഹം ആ ബാത്റൂം എല്ലാം പോയി കണ്ടു, അതൊക്കെ സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇത് അദ്ദേഹത്തിന്റെ തങ്കയം പള്ളിയിലേക്കുള്ള അവസാന സന്ദർശനമാകുമെന്ന്. നമ്മളാരും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. അനുവാദമോ സമയമോ കാരണമോ മരണത്തിന്റെ മുമ്പിലില്ല. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.